ശരിക്കും പറഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന പോലെയാണ് ഇന്നത്തെ ഹോട്ടൽ ടാസ്കിൽ നടന്ന ഒരു സംഭവം. ആക്ച്വലി ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് വന്ന സാബുമോനാണ് അപ്സരയും അവരുടെ ടണൽ ടീം അല്ലേ, അവരാണല്ലോ റൂമിൽ നിന്ന് ഇറങ്ങി ഈ ഗസ്റ്റിന് റൂം കൊടുത്തിട്ടുള്ളത്. സോ അവരോട് ഒരു പ്രാങ്ക് ചെയ്യാൻ പറയുന്നത് ഗസ്റ്റാണ്. അപ്പൊ ഗസ്റ്റിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവിടുത്തെ ജീവനക്കാരുടെയും. എങ്ങനെയാലും ഈ ഹോട്ടലിൽ ഇനി അവർ താമസിച്ചു ഇഷ്ടപ്പെട്ട് പോയി ഇനി വീണ്ടും വരണം എന്നുള്ളതൊക്കെയാണല്ലോ. സോ അവർ ഗസ്റ്റിനെ തൃപ്തിപ്പെടുത്താനായിട്ട് നോറയെ പ്രൊവോക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നോറ പ്രൊവോക്ക്ഡ് ആവുകയും വേണം. അപ്പൊ അതിനുവേണ്ടി അവരുടെ മാക്സിമം പരിശ്രമിച്ചു. പക്ഷേ നോറ ഒട്ടും കുലുങ്ങിയില്ല. എനിക്ക് ആ ഒരു കാര്യത്തിൽ നോറയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ കുലുങ്ങിയില്ല എന്ന് മാത്രമല്ല, അവിടെ അതൊന്നും യേശുന്ന പോലും ഇല്ല. ആദ്യമൊക്കെ കുറച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഇത് നെവർ മൈൻഡ് എന്ന രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്തായാലും പൊളിച്ചു. പക്ഷേ അവിടെ മാനേജറായിരുന്ന ഋഷിക്കുട്ടനെ അങ്ങ് പൊള്ളി. കാരണം അവിടെ പറയുന്നത് ശരണയും അപ്സരയുമാണ്. അപ്സരയോടാണെങ്കിലും മുൻപത്തെ കുറേ സംഭവങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇവളാര്, ഞാൻ ഇവിടെ മാനേജറായിട്ട് വന്ന് ഇരിക്കുമ്പോൾ ഇവളാര് പോയിട്ട് അവിടെ പോയി ഇങ്ങനെ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഋഷി അങ്ങ് ഇറങ്ങി മേഞ്ഞതാണ്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. രസകരമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. കാരണം അതാ ഒരു ബസർ കഴിയുമ്പോൾ, ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ സാബുമോനോ അല്ലെങ്കിൽ അവർ തന്നെ പറയും ഇതൊരു പ്രാങ്ക് ആണെന്ന് പറയുമായിരുന്നു. കാരണം ഇവർക്ക് പോയിന്റ് കിട്ടേണ്ടതുമാണ്. ഇത് ഇൻഡിവിജ്വലായിട്ടും വരും ടാസ്കും. സോ അപ്പോൾ ഇത് അടുത്ത പവർ റൂമിലേക്ക് കയറേണ്ട ടാസ്ക് അങ്ങനെയൊക്കെ നോക്കിയിട്ട് പോയിന്റ് കളക്ട് ചെയ്യുക, മാക്സിമം ഈ ടാസ്ക് നല്ല രീതിക്ക് കൊണ്ടുപോവുക, ഗസ്റ്റിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതെല്ലാം വേണം. പക്ഷെ അവിടെ ഋഷി അത് പേഴ്സണലായിട്ട് എടുത്തു. പ്രശ്നം വളരെ വഷളായി. അത് ഇന്ന് മാത്രമല്ല, നാളത്തെ പ്രൊമോ കാണുന്നതും ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഈ വീക്കിൽ തീരില്ല. ലാലേട്ടൻ വന്ന് തീർപ്പ് കൽപ്പിക്കണം എന്ന് പോലെയാണ് ഇപ്പോഴത്തെ ലക്ഷണം കാണുമ്പോൾ. സോ ഇത് കാണുമ്പോൾ നമുക്ക് കഴിഞ്ഞ സീസണാണ് ഓർമ്മ വരുന്നത്. അതിൽ ഇതുപോലെ ഹോട്ടൽ ടാസ്ക് ആകുമ്പം ജുനൈസ് ആയിരുന്നു മാനേജർ അല്ലേ. ജുനൈസിന്റെ മാനേജർ പോസ്റ്റ് വന്നതോടുകൂടിയാണ് ജുനൈസിന്റെ ഒരു മാറ്റം പ്രേക്ഷകർ കണ്ടതും. അതുവരെ ജുനൈസിനെ ഒരു ഗ്രാഫിൽ നിന്ന്, ജുനൈസ് ഉണ്ടായിരുന്ന ഒരു ഗ്രാഫിൽ നിന്ന് വളരെ ഉയർന്ന ഒരു ഗ്രാഫാണ് ആ ഒരു മാനേജർ പോസ്റ്റിൽ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അത്രയും ഒരു പേഷ്യൻസ് എന്ന് പറയുന്നത്, ഒരു ക്ഷമ ആ ഹോട്ടൽ ജീവനക്കാരോടും വന്ന ഗസ്റ്റുകളോടും കിടപിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ മല്ലിട്ട് പൊരുതി താഴ്ന്ന് എന്താ പറയുക, അതുപോലത്തെ ക്ഷമിച്ചുകൊണ്ട് ആ ഒരു ഹോട്ടൽ പരിപാലിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സോൾവ് ചെയ്ത് ആ ഒരു ഗസ്റ്റുകളുടെ ആ പീരീഡ് കഴിയുന്നവരെ പിടിച്ചു നിന്നതിനാണ് ജുനൈസിന്റെ ആ ഒരു ഗ്രാഫ് ഉയർന്നു വന്നത്. സോ ഇവിടെ അതേപോലത്തെ ഒരു മാനേജർ പോസ്റ്റാണ് ഋഷിക്ക് ഉണ്ടായിരുന്നത്. ഋഷി പക്ഷേ അതങ്ങ് കോളമാക്കി ചളമാക്കി എന്ന് പറയില്ല, എന്നിട്ട് സ്വയം അങ്ങ് ചീത്തയാവുക എന്ന് പറയില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലായിട്ട്. കാരണം അപ്സരയും ഋഷിയുടെ കണ്ണില് കണ്ടത് എന്തിനോ വേണ്ടി ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്സരയും ശരണ്യയും അതുപോലെ തന്നെ പിന്നെ ആരാണ്, നന്ദന, സായി കൃഷ്ണ, ഇവരൊക്കെ എന്തിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് മനസ്സിലായി. അതിൽ രണ്ടുപേർ, അപ്സരയും ശരണ്യയും, നേരത്തെ അവരെ തമ്മിൽ അവരെ പറ്റി ഋഷിക്ക് നല്ല അഭിപ്രായമില്ല. അപ്സരയോടാണെങ്കിൽ ഇപ്പൊ ഭയങ്കര വെറുപ്പാണ്. കുറെ കാര്യങ്ങളുണ്ട്, ഇവള് വലിയ ആളാവാൻ നോക്കുന്നു എന്നുള്ള ഒരു ധാരണയൊക്കെ ഋഷിയുടെ ഉള്ളിലുണ്ട്. സോ അവിടെ അപ്സരയാണ് കയറി ഇടപെടുന്ന സംസാരിക്കുന്നത്, ശരണ്യമാണ് എന്നുള്ളതോടുകൂടി ഋഷിയുടെ കയ്യിൽ നിന്ന് പോയി. ഇവളുമാരാര്, ഞാൻ മാനേജറായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇവളുമാര് കിടന്ന് അങ്ങനെ ഇപ്പൊ വേണ്ട, അവർ അങ്ങ് കളത്തിൽ അങ്ങ് ഇറങ്ങിയതാണ്. പറഞ്ഞു പറഞ്ഞ അപ്സരയോടാണ് തുടങ്ങുന്നത്. നീ വലിയ അഭിനയിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം, നിന്റെ അഭിനയം അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഈ അഭിനയത്തിനെ പറ്റി എടുത്തിടുന്നത്. സോ അപ്പൊ അപ്സര പറയുന്നത് എന്താണ്, അതെ ഞാൻ അഭിനയിക്കുകയാണ്, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, കാരണം അഭിനയമാണല്ലോ അവരുടെ തൊഴിൽ. സോ അത് പറഞ്ഞു, നിനക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വഴക്ക് തുടങ്ങുന്നത്. അത് എവിടെ കരിയറിൽ എത്തിയെന്നുള്ളത് അറിയില്ല. എൻ്റെ കരിയറിനെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഭയങ്കര പ്രശ്നത്തിലേക്കൊക്കെ പോകുന്നത്. അതുപോലെ ശരണ്യയോടും അപ്സരയോടുമാണ് ഭയങ്കര ഏറ്റുമുട്ടൽ. കയ്യിൽ നിന്ന് പോയി ഋഷിയുടെ. പിന്നെ ആരാരും എന്ത് പറഞ്ഞാലും അവിടെ ഒന്നും നിൽക്കുന്നില്ല. ഇത് എത്രത്തോളം പോകുന്നാണെങ്കിൽ നോറയെല്ലാം നോറയാണ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. പക്ഷെ നോറയെല്ലാം അവരുടെ ഗെയിം മാറി നിന്ന് കാണുന്ന രീതിയിലാണ് കാണുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഏഷ്യനെറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആ ഭാഗത്ത് ഒരൊറ്റ റോളും ഇല്ലാതെ നിന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാണറിയാമോ? ജാസ്മിൻ.
ജാസ്മിൻ ഗസ്റ്റിന്റെ അടുത്ത്, ആക്ച്വലി അത് ഹൗസ് കീപ്പിംഗ് പോസ്റ്റ് ആണ്, ഗസ്റ്റിന്റെ അടുത്ത് അവിടെ ഇങ്ങനെ മാറി നിന്ന് ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് കണ്ടോണ്ട് നിൽക്കുകയാണെങ്കിലും നമ്മുടെ ക്യാമറമാൻമാർ നമ്മുടെ മുല്ലപ്പൂ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് നോക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ മുട്ടൻ അടി നടക്കുകയാണില്ല. ക്യാമറ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ജാസ്മിനെ ഫോക്കസ് ചെയ്തിരുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് ഒരു ലുക്ക് ക്യാമറ ആ ഭാഗത്തെ ക്യാമറമാനും അതങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഗസ്റ്റും അടുത്തുണ്ട്. എന്നിരുന്നാലും ജാസ്മിനെ കിട്ടേണ്ട ആ ഒരു ക്യാമറ സ്പേസ് മനഃപൂർവ്വം കൊടുത്തതായിട്ട് എനിക്ക് തോന്നി. സോ എന്നിരുന്നാലും നമ്മൾ വഴക്കിലേക്ക് വരാം. അങ്ങനെ വഴക്ക് ഭയങ്കരമായിട്ട് നടന്നു. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ബസറടിച്ചപ്പോഴാണ് സാബുമോൻ പോയിട്ട് ഋഷിയൊന്നും നിൽക്കുന്നില്ല, അങ്ങനെ ടേബിളിൽ അടിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇവളാര് എൻ്റെ കരിയർ എടുത്ത്, അതായത് ജന്മശത്രുക്കളായി. ഇതുവരെ ഉണ്ടായിരുന്നത് ശത്രുക്കൾ, ഇപ്പൊ ജന്മശത്രുക്കള്. നാളത്തെ പ്രൊമോ കാണുമ്പോൾ അത് ഇനി വരുംകാലത്ത് ജന്മത്തെ ശത്രുക്കളെ എന്ന പോലെയാണ് കാണുന്നത്. സോ അത് കഴിഞ്ഞ് ഈ ബസ് അടിച്ചപ്പം സാബുമോൻ പോയിട്ട് പറയുന്നുണ്ട്, ആക്ച്വലി ഇവിടെ നടന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രാങ്ക് ടാസ്ക് ആണ്, അത് നോറയെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്, അതിനാണ്. പക്ഷെ ഋഷി അത് കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രാങ്ക് ആണെങ്കിലും കുഴപ്പമില്ല, എന്താണെങ്കിലും അവൾ എൻ്റെ കരിയറിനെയാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ വിടില്ല എന്ന് പറഞ്ഞ്, അതായത് ഇത് പ്രാങ്ക് ആണെന്ന് അറിഞ്ഞപ്പോൾ പോലും ഋഷി അത് വിടാൻ ഭാവമില്ല. സോ അത് ഋഷി അപ്പോൾ അത്രയും പേഴ്സണലായിട്ട് എടുത്തു. ഋഷിയുടെ മൈൻഡ് സെറ്റ് അപ്പോൾ അങ്ങനെയാണ്. സോ അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി ഋഷി അങ്ങനെ കരയുന്ന അമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ച് കരയുന്നുണ്ട്. അപ്പോൾ അത്രയും മനസ്സങ്ങ് തകർന്നതായിട്ടാണ് ഋഷിയെ നമ്മൾ കാണുന്നത്. അത് വല്ലാതെ ഋഷിക്ക് ഹേർട്ടായി കാണും, ഓക്കെ. പക്ഷെ ഏതിരുന്നാലും നമ്മളൊരു മറുവശം ഉണ്ട്, ഇതൊരു ടാസ്ക് ആണ്, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ എത്രയും പോവുകയാണെങ്കിലും ഇതിപ്പോൾ കരിയറിനെ വെച്ചിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഋഷിയും പറഞ്ഞല്ലോ, അഭിനയത്തിനെ കുറിച്ച് അപ്സരയെ പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും അതുപോലെ അഭിനേതാക്കളല്ലേ, സെലിബ്രിറ്റികളല്ലേ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് ആദ്യം അഭിനയത്തിന് കുറവ് പറഞ്ഞ് എടുത്തിടുമ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നാൽ അത് ഉൾക്കൊള്ളാനും ഉള്ള ഒരു മനപ്പക്വത ഋഷി കാണിക്കണമായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരാളെ കയറി അങ്ങ് അഭിനയത്തിന്റെ പേരും പറഞ്ഞ് ചൊറിയാൻ പോകരുതായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊരു പ്രാങ്ക് ടാസ്ക് ആണെന്ന് അറിഞ്ഞെങ്കിൽ അത് അവിടെ നിർത്തിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് തനിയെ പോയിട്ട് വിഷമിച്ചാലോ അല്ലെങ്കിൽ ബാത്റൂമിൽ കയറി ഒന്ന് കരഞ്ഞ് അത് തീർത്താലോ അത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ കിട്ടുന്ന പോയിന്റും പോയി ആ ടാസ്കിനെ കുളമാക്കുകയും ചെയ്തു. ഇത് ഇവരുടെ ഈ വീക്കിലി ടാസ്കിൽ ഇൻഡിവിജ്വലായിട്ട് പോയിന്റ് വരുന്ന ഒരു ടൈമാണ്, അതാണല്ലോ. സോ അതിനെ പോലും ഋഷി അത് കുളമാക്കി എടുത്തു. അപ്പം ഇത്രയും മനക്കെട്ടിയില്ല എന്നുള്ളതും കൂടി ഒന്ന് പ്രൂവ് ചെയ്തു. വേറൊരു വെർഷൻ നമ്മൾ അങ്ങനെ ഋഷി പൊളിച്ചടിക്കുക, ഇതൊരു ടാസ്ക് ആണ്. ഗസ്റ്റ് വന്നിരിക്കല്ലേ, ഗസ്റ്റിനെ തൃപ്തിപ്പെടുത്തണം. ഇവിടെ ഗസ്റ്റ് തൃപ്തിയായോ? ഈ ഒരു മാനേജർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവായി കൊണ്ടുപോകേണ്ട അടുത്ത് എനിക്ക് ഋഷിയുടെ ഭാഗത്ത് നിന്നിട്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഋഷി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടാണ് അപ്സരയോടും ശരണ്യോടും തുടക്കം തന്നെ വന്നത്. കാരണം ഋഷിയുടെ മാനേജർ അവരെ അടക്കി നിർത്തണം, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം എന്നുള്ളൊരു അധികാരം, ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുന്ന രീതിയിലുള്ള വോയിസ് റൈസ് ആണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. അല്ലാതെ അവിടെ ഗസ്റ്റിന്റെ മുൻപിൽ അവരെ ഒന്ന് അടക്കി നിർത്തി അതിനുശേഷം ഗസ്റ്റൊക്കെ പോയ ശേഷം അവർക്കുള്ളൊരു പണിഷ്മെന്റ് കൊടുക്കുക എന്നതും തോന്നിയില്ല. അങ്ങനെയൊക്കെ രസകരമാക്കി കൊണ്ടുപോകാമായിരുന്നു. സോ അങ്ങനെ ചെയ്തില്ല. ഞാൻ മാനേജറായിട്ട് ഇരിക്കുക, നീ എങ്ങനെ വാല് പോക്കും, ആട്ടടാ അതെന്താണെന്ന് പറഞ്ഞാൽ അത് അപ്സരയും ശരണ്യ ആയതുകൊണ്ടാണ് കയ്യിന്ന് പോയി. സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഋഷിയുടെ പോയിന്റൊക്കെ പോയി ഋഷി ആകെ എന്തോ പോലെ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കയറി ആ ഉച്ചിയിൽ നിൽക്കുന്ന ആ കോപമൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും ഋഷി അത് റിയലൈസ് ചെയ്യുക, ഒന്നും വേണ്ടായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ലാലേട്ടൻ വന്നിട്ട് പറയുന്നായിരുന്നു, ഋഷി ഇത് ടാസ്ക് അല്ലേ, പ്രാങ്ക് ആണെന്ന് പറഞ്ഞപ്പോഴെങ്കിലും ഒന്ന് അടങ്ങായിരുന്നില്ലേ എന്ന് പറയായിരിക്കും. ഏതിരുന്നാലും ടാസ്ക് ആരെയാണോ ലക്ഷ്യം വെച്ചത്, നോറ അവിടെ കുലുങ്ങിയോ എന്ന് ചോദിച്ചാൽ നോറയ്ക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല എങ്ങും വേണ്ട
വേണ്ടാത്ത ഋഷിയാണ് ഇവിടെ പ്രൊവോക്കായിട്ട് ഇങ്ങനെ കീറി പറഞ്ഞ് നിൽക്കുന്നത്. സോ അപ്പം നാളെയും ആ ഋഷിയുടെ നാളത്തെ പ്രൊമോ കാണുന്നതും ഋഷി നിർത്തുന്നില്ല, അപ്സരയോട് ഏറ്റുമുട്ടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇന്നത്തെ ആ പക, വിദ്വേഷം, ഇതെല്ലാം നാളത്തെ ടാസ്ക് വരുമ്പോൾ അവിടെ ഒന്ന് വലിച്ചു കയറാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. സോ നാളെ ലൈവ് കണ്ടാലാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് നാളത്തെ കാര്യത്തിൽ അറിയാൻ പറ്റുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.